വാക്കിൽ തന്റെ വീട്ടിൽ സമാധാനം കൊണ്ടുവരാൻ അവൾക്ക് കഴിഞ്ഞുവെന്ന് അവൻ ഓർക്കുകയായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കുടിക്കാതെ ഈ സമയത്ത് ചാച്ചനെ വീട്ടിൽ കാണുന്നത്. അതിന്റെ ചാരിതാർത്ഥ്യം അവന്റെ മുഖത്തുണ്ടായിരുന്നു. തന്റെ തിരഞ്ഞെടുപ്പ് തീർത്തും ശരിയായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി അവൻ മനസ്സിൽ കുറിച്ചിട്ടു. തന്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു ഏടാണ് ദേവികയെന്ന് വീണ്ടും വീണ്ടും അവൻ ഓർത്തു. ചേട്ടായി, നാളെ കോളേജിൽ നിന്നും ടൂറിന് പോകുന്നുണ്ട്. എല്ലാവരും പേര് കൊടുത്തു. എനിക്കും പേര് കൊടുക്കണം. നാളെയാണ് അവസാനത്തെ ദിവസം. 3500 രൂപയെങ്കിലും കൊടുക്കണം. എങ്കിലേ പോകാൻ പറ്റൂ ചേട്ടായി, പ്രതീക്ഷയോടെ റാണി അവനോട് പറഞ്ഞു. എന്റെ പൊന്നു മോളെ, എന്റെ കയ്യിൽ ഒരു മാർഗവുമില്ല. നിനക്കറിയാലോ, നാളെ വണ്ടിയുടെ CC അടയ്ക്കണം. അത് തന്നെ എങ്ങനെയാണെന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ടായിരുന്നു അടുക്കളയിൽ നിന്നും വന്നത്. റാണിയുടെ മുഖത്തെ പ്രതീക്ഷ മങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ അവനും വിഷമം തോന്നിയിരുന്നു. നീ വിഷമിക്കണ്ട, ഞാൻ നാളെ എങ്ങനെയെങ്കിലും നോക്കട്ടെ. കയ്യിലിരുന്ന് ഒരു 1000 രൂപ എടുത്ത് അവളുടെ കൈകളിലേക്ക് അവൻ വെച്ചു കൊടുത്തു. ബാക്കി 2500 രൂപയല്ലേ? നാളെ ഞാൻ ആരോടെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും ഉച്ചയ്ക്ക് മുമ്പ് നിന്റെ കോളേജ് കൊണ്ടുവന്ന് തരാം. നീ കഴിഞ്ഞ മാസം തന്നെ പറഞ്ഞതല്ലേ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ചേട്ടായുടെ കയ്യിലില്ലെങ്കിൽ വേണ്ട, സാരമില്ല. റാണി വേദനയോട് പറഞ്ഞു. ടൂർ എന്നൊക്കെ പറഞ്ഞാൽ അതും ഈ കോളേജിൽ പഠിക്കുമ്പോൾ പോകുന്ന ഒന്ന് വേറെയാണെന്ന് എനിക്കറിയാം. നീ പേര് കൊടുത്തോ, നമുക്ക് കാശൊക്കെ റെഡിയാക്കാം. അപ്പോഴേക്കും അവളുടെ മുഖത്തൊരു സന്തോഷം തെളിഞ്ഞിരുന്നു. കാരണം അവൾക്ക് അറിയാമായിരുന്നു, എന്താണെങ്കിലും അവളുടെ ചേട്ടായി ഒരു കാര്യം സമ്മതിച്ചാൽ അത് നടത്തുമെന്നുള്ളത്. റാണി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ കാപ്പിയുമായി ദേവിക വന്നിരുന്നു. അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു. കാശില്ലെങ്കിൽ ഇത് പണയം വെച്ചോളൂ. കഴുത്തിലിട്ടിരുന്ന നേരിയ നൂൽമാല കാണിച്ച് അവളത് പറഞ്ഞപ്പോൾ പിന്നിൽ അവളുടെ സാന്നിധ്യം അവൻ അറിഞ്ഞത്. ചിരിയോടെ അവളുടെ നേരെ നിന്നുകൊണ്ട് കാപ്പി വാങ്ങിയവൻ പറഞ്ഞു. അതേതായാലും വേണ്ട, ഞാൻ തന്നെ കെട്ടിത്തന്നതല്ലേ അത്. അത് വാങ്ങുന്നത് ശരിയല്ല. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. ഒരു 2500 രൂപയ്ക്ക് വേണ്ടി തൻ്റെ കെട്ടുതാലിയൊന്നും ഞാൻ വാങ്ങില്ല കേട്ടോ. കാപ്പിയൊന്നും ഒത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. വണ്ടിക്കും വേണ്ടേ? അവൾക്ക് സംശയം തീരുന്നില്ല. വണ്ടിയുടെ കാര്യം, അതൊരു 8000 രൂപ വരും. കുറച്ച് കുടിശ്ശികയും കൂടി ആയതുകൊണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാകും. പിന്നെ അങ്ങനെ കർത്താവ് കൈവിടുകയില്ല. എനിക്കൊരു സങ്കടം വരുമ്പോഴൊക്കെ കർത്താവ് എന്നോടൊപ്പം ഉണ്ടായിരിക്കും. കൊന്തയിലെ കുരിശിൽ കൈതൊട്ട് അവൻ പറഞ്ഞു. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ചെറിയൊരു ചിട്ടിയുണ്ട്. പണ്ട് പഠിക്കാൻ വേണ്ടി കൂടിയതാണ്. എങ്ങനെ നോക്കിയാലും ഒരു 15000 രൂപ കാണും. അതിൻ്റെ ബുക്ക് വീട്ടിലിരിപ്പുണ്ട്. വേണമെങ്കിൽ അതെടുക്കാം. അവളുടെ നിഷ്കളങ്കമായ വർത്തമാനം കേട്ടപ്പോൾ അവൻ അവളോട് സ്നേഹമായിരുന്നു തോന്നിയത്. വേണ്ടടോ, പഠിക്കാൻ വേണ്ടി കരുതി വെച്ചതല്ലേ. അത് കുറച്ചും കൂടി കൂടിയാക്കി എന്തെങ്കിലും പഠിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടൊരിക്കൽ നിന്നുപോയ പഠനം. തീർച്ചയായിട്ടും തുടരുക തന്നെ വേണം. എനിക്ക് തന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള മാർഗവുമില്ല. വെറുതെ ആണെങ്കിലും അവൻ്റെ വാക്കുകൾ അവൾക്ക് നൽകിയത് വലിയൊരു ആത്മവിശ്വാസമായിരുന്നു. അങ്ങനെ പറയാൻ തോന്നിയല്ലോ. അവൾ ആത്മാർത്ഥമായി പറഞ്ഞു. എല്ലാം ശരിയാകൂടോ, ആത്മവിശ്വാസത്തോടെ അവൻ പറഞ്ഞു. പിന്നെ പാട്ട് നന്നായിരുന്നു. അവനത് പറഞ്ഞപ്പോൾ വീണ്ടും അവളുടെ മുഖത്ത് ചമ്മൽ നിറയുന്നത് അവൻ കണ്ടിരുന്നു. പിന്നെ റോസ് ചേച്ചി വിളിച്ചിരുന്നു. അവൾ തുടക്കമിട്ടു. അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവളുടെ പരിങ്ങൾ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി. അമ്മച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി 2 ദിവസം നിർത്തട്ടെ എന്ന് റോയിച്ചായനോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ റോസ് ചേച്ചി തന്നോട് ചോദിക്കാനുള്ളതെല്ലാം അവളെ കൊണ്ടാണ് ചോദിപ്പിക്കുന്നതെന്ന് അവൻ ഓർത്തു. ചേച്ചിയും പിള്ളേരും അളിയനും കൂടി അമ്മച്ചിയോ? എങ്ങനെ നോക്കാനാ? റോയ് പറഞ്ഞു. അവിടെ എവിടെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോകാനാണെന്ന്. അമ്മച്ചിക്ക് താല്പര്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ റോയിച്ചാനോട് പറയണമെന്ന്. മടിച്ച് അവൾ പറഞ്ഞു. അമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ എതിർക്കുന്നത്? ഞാൻ റോസ് ചേച്ചി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞവൻ ഫോണുമായി ഇറങ്ങിയപ്പോൾ തൻ്റെ പതിവ് ജോലികൾ ചെയ്ത് ദേവി അടുക്കളയിൽ കൂടി. അവൾക്ക് സഹായത്തിനായി റാണി എത്തിയപ്പോൾ അവൾ നിർബന്ധിച്ചു പഠിക്കാൻ പറഞ്ഞുകൊണ്ട് അവളെ മുറിയിലേക്ക് വിട്ടിരുന്നു. ആ നിമിഷം അവൾക്ക് ഗോപുവിനെയായിരുന്നു ഓർമ്മ വന്നിരുന്നത്. പഠിക്കാൻ സാഹചര്യം കിട്ടുന്നവർ പഠിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവളായിരുന്നു ദേവിക. റോയ് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ വീടിൻ്റെ എല്ലാ ഇടങ്ങളിലും അവളുടെ ഒരു കണ്ണുണ്ടെന്ന് അവന് തോന്നിയിരുന്നു. ഭക്ഷണം വിളമ്പിയപ്പോൾ അവൾ ആദ്യം വിളമ്പിയത് ചാച്ചനായിരുന്നു. അതിനുശേഷമായിരുന്നു അവൾ അമ്മച്ചിക്കുള്ള ഭക്ഷണവുമായി മുറിയിലേക്ക് പോയത്. മരുന്നുകളെല്ലാം കൃത്യമായി എടുത്തു കൊടുക്കുന്നവളെ കണ്ടപ്പോൾ അവന് വലിയ അഭിമാനം തോന്നിയിരുന്നു. അവൾ ഹൃദയത്തിനുള്ളിൽ പതിയെ ചേക്കേറാൻ തുടങ്ങിയെന്ന് അവൻ അറിയുകയായിരുന്നു. ഇനിയൊരു പക്ഷെ ആഗ്രഹിച്ചാൽ പോലും തനിക്ക് മാറ്റാൻ കഴിയാത്ത വിധം അവളുടെ സാന്നിധ്യം താൻ ആഗ്രഹിക്കുന്നുണ്ട്. രാവിലെ പോകുമ്പോൾ മുതൽ വൈകിട്ട് വരുമ്പോൾ വരെ തന്നെ പ്രതീക്ഷിച്ചുള്ള അവളുടെ ചിരിയാണ് ഓർമ്മകളിൽ നിറയുന്നത്. അങ്ങനെ കാത്തിരിക്കാൻ ഒരാൾ ഉള്ളതും ഒരു ഭാഗ്യമാണെന്ന് ആ നിമിഷം അവൻ ചിന്തിക്കുകയായിരുന്നു. സിസിലിയും അവളെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നാളെ രാവിലെ റോസ് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി അമ്മച്ചിയെ വിടണം. എന്തോ തിരുമല കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് അളിയനെ നിർബന്ധിക്കുന്നു. താൻ കൂടി വായു. ഇതുവരെ അവിടെ പോയില്ലല്ലോ. അളിയൻ പ്രത്യേകം പറഞ്ഞു തന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്.
രാവിലെ നിങ്ങളെ രണ്ടുപേരെയും അവിടെയാക്കിയിട്ട് ഞാൻ പോരാം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അവിടെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോരാം. അതുപോരെ? അവളോട് അവൻ അഭിപ്രായം ചോദിച്ചപ്പോൾ സമ്മതഭാവത്തിൽ തന്നെ അവൾ തലയാട്ടി. ചെറിയ കാര്യങ്ങളിൽ പോലും തന്നോട് അഭിപ്രായം തിരക്കുന്നവന്റെ മനോഭാവം പോലും അവളിൽ ഒരു ആരാധന ഉണർത്തിയിരുന്നു. അവളുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞത് മുഴുവൻ റോയിയുടെ മുഖമായിരുന്നു. അവന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. രാവിലെ എല്ലാ ജോലികളും തീർത്ത് അമ്മച്ചിയും ചാച്ചനെയും ദേവികയും വണ്ടിയിൽ കയറ്റി റോസിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സിസിലിയും ദേവികയും തമ്മിൽ നല്ലൊരു ആത്മബന്ധം ഉടലെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ ഒരു കൗതുകത്തോടെയായിരുന്നു റോയ് നോക്കിക്കണ്ടിരുന്നത്. ആദ്യമായി അവളെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവളോട് മിണ്ടാതെ പോലും ഇരുന്ന ആളായിരുന്നു സിസിലി. ഇപ്പോൾ സിസിലിക്ക് സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം ദേവികയാണെന്ന് അവൻ അറിയാമായിരുന്നു. പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും സിസിലിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവനറിയാം. റോസിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴും വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചിരുന്നത്. എല്ലാവരും സ്നേഹത്തോടെ തന്നെയായിരുന്നു ദേവികയോട് പെരുമാറിയിരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ദേവികയെ കണ്ടപ്പോൾ മുതൽ സന്തോഷമായിരുന്നു. കുറേ സമയം അവിടെ ഇരുന്ന് അതിനുശേഷമാണ് റോയ് തിരികെ പോകാനായി ഇറങ്ങിയത്. വൈകുന്നേരം കൂട്ടാൻ വരാമെന്ന് ഉറപ്പ് പറഞ്ഞായിരുന്നു ഇറങ്ങിയത്. 2 ദിവസത്തെ ആയുർവേദ ചികിത്സകൾക്ക് ശേഷം 3-ാം ദിവസം തിരികെ സിസിലിയെ വീട്ടിലെത്തിക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എത്തിയപ്പോൾ മുതൽ റോസിയോട് മരുമകളുടെ ഗുണഗണങ്ങൾ വാഴ്ത്തുകയായിരുന്നു സിസിലി. ഈ 2 ദിവസവും അവൾ തന്നെ നോക്കിയിരുന്നത് വളരെ ശ്രദ്ധയോടെയായിരുന്നുവെന്ന് അവർ വാചാലയായി. ദേവിക കുട്ടികളുമായി കൂടുതൽ അടുത്തു. പറഞ്ഞതുപോലെ വൈകുന്നേരം തന്നെ റോയ് ദേവികയെ കൂട്ടാൻ വന്നിരുന്നു. സിസിലിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. ദേവികയ്ക്കും അങ്ങനെയായിരുന്നു. അവിടെ വന്ന സമയം മുതൽ സിസിലി തന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അഭാവം അവൾക്ക് വലിയ വേദനയായിരുന്നു നിറച്ചിരുന്നത്. സിസിലിയോടും കുട്ടികളോടുമെല്ലാം യാത്ര പറഞ്ഞിട്ടായിരുന്നു അവൾ ഇറങ്ങിയിരുന്നത്. വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു അമ്പലത്തിന്റെ മുൻപിലാണ് വണ്ടി നിർത്തിയത്. അവൾ മനസ്സിലാകാതെ അവനെ നോക്കി. പോയിന്ന് പ്രാർത്ഥിച്ചു പാടും. റോയ് പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി. നന്ദിയോട് അവൾ അവനെ ഒന്ന് നോക്കി പെട്ടെന്ന് അമ്പലത്തിലേക്ക് കയറി. നിന്നേ, ഇതൂടെ വച്ചോ. പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൻ പറഞ്ഞു. അവൾ മനസ്സിലാവാതെ അവനെ നോക്കി. വഴിപാട് വല്ലതും ഉണ്ടെങ്കിൽ ചെയ്തു. ചെറുചിരിയോടെ അവൻ പറഞ്ഞു. ഈശ്വര സന്നിധിയിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഈശ്വരനോട് നന്ദി മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. തനിക്ക് ഇത്രയും നല്ലൊരുവനെ നൽകിയതിന്. സിസിലിയുടെ വയ്യാഴികകൾക്കും റോയ്ക്കും വേണ്ടി നാളറിയില്ലെങ്കിലും അവൾ വഴിപാട് കഴിച്ചിരുന്നു. റോയ്ക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടതുകൊണ്ട് ദേവികയെ വീട്ടിലിറക്കിയതിന് ശേഷം റോയ് തിരികെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയിരുന്നു. തങ്കച്ചൻ പുറകെ വരാമെന്നാണ് പറഞ്ഞത്. താക്കോൽ വയ്ക്കുന്ന സ്ഥലം റോയ് അവൾക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അവൾക്കറിയാമായിരുന്നു. താക്കോലെടുത്ത് തുറന്ന് അകത്തേക്ക് കയറി തൻ്റെ പതിവ് ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. മനസ്സിനൊരു ഉണർവ് വന്നതുപോലെ അവൾക്ക് തോന്നി. ആ ദിവസം വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ കടന്നുപോയിരുന്നു. തിരികെ വന്ന റോയ് വലിയ ക്ഷീണിതനാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. കാരണം ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾക്ക് മനസ്സ് വന്നിരുന്നില്ല. അവൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ വന്ന ഉടനെ ചോദിക്കാതെ തന്നെ കാപ്പിയിട്ട് അവനരികിലെത്തി. മടിച്ചാണ് അവൾ അവനോട് ചോദിച്ചത്. എന്തു പറ്റി? ഒരു ക്ഷീണം പോലെ. വയ്യായിക എന്തെങ്കിലും ഉണ്ടോ? ഹേയ്, ഇല്ലടോ. ഞാൻ കൂപ്പിൽ തടിയെടുത്ത് കൊടുക്കാൻ പോയി, അതാണ്. 2500 രൂപ വേണ്ടേ? അവൾക്ക് കാശ് കൊടുക്കണ്ടേ? ഇന്ന് ലാസ്റ്റ് ഡേറ്റ് അല്ലേ? അവനത് പറഞ്ഞപ്പോൾ ഒരു നൊമ്പരം തൻ്റെ ഹൃദയത്തിൽ നിറയുന്നത് അവൾ അറിഞ്ഞിരുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം ചെയ്യാൻ മടിയില്ലാത്ത ഒരുവൻ, കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരുവൻ, അങ്ങനെ ഒരുവൻ ഭാഗ്യം തന്നെയാണ്. ഒരു നിമിഷം അവൾക്ക് റാണിയോട് അസൂയ തോന്നിപ്പോയിരുന്നു. തനിക്കില്ലാതെ പോയല്ലോ ഇതുപോലെ ഒരു സഹോദരൻ. അവൻ്റെ കണ്ണുകളിലെ ക്ഷീണം, ശരീരത്തിൻ്റെ ആ വേദന, അത് തന്നെ വല്ലാതെ അലട്ടുന്നു. വണ്ടിയുടെ CC അടയ്ക്കാനും എനിക്ക് കുറച്ച് കാശ് ആവശ്യമായിരുന്നു. കുറച്ച് പൈസയെങ്കിലും കൊടുത്താൽ ഒരു പരിധിവരെ CCക്കാരെ കൊണ്ട് വലിയ വിലയുണ്ടാവില്ല. അവനത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ചെറുതായി കലങ്ങിപ്പോയി. ഒറ്റ മാത്രയിൽ തന്നെ റോയി അത് കണ്ടിരുന്നു. സുഖമുള്ളൊരു സന്തോഷം ആ നിമിഷം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. തനിക്ക് വേണ്ടിയാണോ ആ മിഴികൾ കലങ്ങിയത്? അങ്ങനെയാണെങ്കിൽ അത് തന്നോടുള്ള സ്നേഹത്താലായിരിക്കില്ലേ? തൻ്റെ കഷ്ടപ്പാടിൽ അവൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, തൻ്റെ വേദനയിൽ അവളുടെ ഹൃദയം നുറങ്ങുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? താൻ അവളുടെ ആരോ ആണെന്ന് തോന്നൽ കൊണ്ടല്ലേ? ആ നിമിഷം അവന് സന്തോഷവും വേദനയും ഒരേപോലെ മൂടിയിരുന്നു. തന്നോട് അവൾക്ക് ഇഷ്ടമുണ്ട്. അത് പ്രകടിപ്പിക്കാൻ പോലും ആ പെണ്ണിന് പേടിയാണ്. ഒരു പക്ഷെ പേടിയാവില്ല, തന്നോട് അടുത്തിടപഴകുന്നതിനുള്ള മടിയായിരിക്കും. താനും മറ്റൊരവസ്ഥയിലല്ലല്ലോ. തനിക്കും അവളെ ഇഷ്ടമാണ്. ആ ഇഷ്ടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അരികിലേക്ക് എത്തുമ്പോൾ ധൈര്യം ചോർന്നു പോകുന്നു. അവളുടെ ആവശ്യങ്ങൾ ചോദിക്കാനും കണ്ടറിഞ്ഞ് ചെയ്യുവാനും ഒന്നും തനിക്ക് സാധിക്കുന്നില്ല. ഉള്ളിൽ ആഗ്രഹിക്കുന്നു, പക്ഷെ അരികിലെത്തുമ്പോൾ താൻ നിസ്സഹായനായി പോകുന്നു. എങ്ങനെയാണ് തൻ്റെ മനസ്സ് അവൾക്ക് മുന്നിൽ തുറക്കുന്നതെന്ന് അറിയാതെ ഉഴറുകയായിരുന്നു അവൻ. എന്നാൽ ഒരു ഭിത്തിക്കപ്പുറം അവൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർത്തുള്ള വേദനയിലായിരുന്നു അവളും. കഷ്ടപ്പാടുകൾക്കിടയിൽ താനും അവനൊരു ബാധ്യതയാകുമോ എന്നൊരു പേടിയായി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം അവൾ സാധാരണ അവനെ ഉണർത്തുന്നത് പോലെ ചായയുമായി ചെന്നിരുന്നില്ല.
അവന് ക്ഷീണം കാണുമെന്നും അവൻ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്നുമൊക്കെ അവൾ കരുതിയിരുന്നു. പതിവിന് വിപരീതമായി കട്ടൻ കിട്ടാതെ വന്നതിനാൽ അവൻ അവളെ തിരക്കി അടുക്കളയിൽ എത്തിയിരുന്നു. അവൾ ആ സമയം കുളിയൊക്കെ കഴിഞ്ഞ് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഒരുക്കുകയായിരുന്നു. അവളല്ലാതെ അടുക്കളയിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ ഉടുത്തിരുന്ന കയ്യിലെ മടക്കി കുത്തി അവളുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും അവളുടെ ശരീരത്തിൽ നിന്നും അവന് പ്രിയപ്പെട്ട ഗന്ധം വമിച്ചു തുടങ്ങിയിരുന്നു. ആ ഗന്ധം ഇപ്പോൾ തനിക്ക് പരിചിതമാണല്ലോ. എന്നും രാവിലെ താൻ എത്തുമ്പോൾ എല്ലാം അവൾക്ക് ആരും കാണാതെ ആണെങ്കിലും സീമന്ത രേഖയിൽ ഒരു പൊട്ടുപോലെ പലപ്പോഴും സിന്ദൂരമിടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സിന്ദൂര രേഖ ചുവക്കുന്നത് തനിക്ക് വേണ്ടി ആയിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇന്നും അത് ചുവന്ന് തുടുത്തിട്ടുണ്ട്. അരികിൽ അവന്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നോക്കിയിരുന്നു. ഞൊടിയിടയിൽ മിന്നിമാഞ്ഞ മിഴികൾ തമ്മിൽ പ്രണയത്തിന്റെ മൗനഭാഷ കൈമാറി. ഒരു നിശ്വാസത്തിനപ്പുറം തന്റെ തൊട്ടരികിൽ നിന്നപ്പോൾ അവളുടെ ഹൃദയതാളം വല്ലാതെ മുറുകുന്നുണ്ടെന്ന് അവനും അറിഞ്ഞു. സെക്കൻഡുകൾ കൊണ്ട് ആ മിഴികൾ ഹൃദയത്തിന്റെ ഭാഷ സംവേദിക്കാൻ തുടങ്ങി. സൂര്യനേക്കാൾ തിളക്കമുണ്ട് അവളുടെ കണ്ണുകളിലെന്ന് അവന് തോന്നി. ഹൃദയത്തിന്റെ ഏതോ ഒരു കോണിൽ താൻ താഴിട്ട് പൂട്ടിയ തന്റെ പ്രണയം അവളൊരു പ്രണയത്താക്കോലാൽ തുറന്നുവെന്ന് അവനോർത്തു. കാപ്പി കിട്ടിയില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞുവെങ്കിലും അതുവരെ അവൾക്ക് പരിചിതമല്ലാത്തൊരു മുഖഭാവമായിരുന്നു ആ നിമിഷം അവനിൽ. പ്രണയത്തിന്റെ അങ്ങേയറ്റം തീവ്രമായൊരു ഭാവം. അവന്റെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയസാഗരം അലയടിക്കുന്നത് അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം നിർനിമേഷയായി അവളും അവനെ തന്നെ നോക്കി നിന്നുപോയിരുന്നു. ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ കരുതി. ഇന്നലെ ഒരുപാട് ക്ഷീണിച്ച് വന്നതല്ലേ. അത് പറഞ്ഞ് പെട്ടെന്ന് കാപ്പി ചൂടാക്കി അവന് നൽകുമ്പോഴും അവൻ കണ്ണെടുക്കാതെ അവൻ്റെ പെണ്ണിനെ തന്നെ നോക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇന്നായിരിക്കും ഈ പെണ്ണിൻ്റെ സൗന്ദര്യം ഇത്രയും അടുത്ത് കാണുന്നതെന്ന് അവന് തോന്നിയിരുന്നു. കുറച്ച് ദിവസമായി മനസ്സ് കൈവിട്ടു പോവുകയാണ് അവളെ കാണുമ്പോൾ. ഇതുപോലെ ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.